ദൈവനാമം മാത്തുപെടുമാറാകട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യത്തിൽ നമുക്ക് ശൂന്യംകാരത്തെ സ്ത്രീയെ കാണുവാൻ സാധിക്കും. എലീശ പ്രവാചകൻ ആ വഴിയായി കൂടെ പോകുന്നു എന്നത് ആ സ്ത്രീ മനസ്സിലാക്കിയിട്ട് തൻ്റെ ഭർത്താവിനോട് പറയുന്നു. തങ്ങളുടെ വീട്ടിനോട് ചേർന്ന് ഒരു മാളികമുറി എലീശ പ്രവാചകന് പണിത് കൊടുക്കുവാൻ പറയുന്നു. അപ്പോൾ എലീശ പ്രവാചകൻ പോകുമ്പോഴെല്ലാം അവിടെ താമസിക്കാമല്ലോ എന്ന് പറയുന്നു. ആ സ്ത്രീയുടെ ഭർത്താവ് അതുപോലെ ഒരു മാളികമുറി പണിത് കൊടുക്കുന്നു. എലീശ പ്രവാചകൻ അവിടെ ചെന്ന് അവിടെ ഇടയ്ക്കിടയ്ക്ക് താമസിക്കുവാനും ഇടയായി. ആ സമയത്ത് എലീശ പ്രവാചകൻ ഈ സ്ത്രീയോട് ചോദിച്ചു, നിനക്കെന്ത് പ്രത്യുപകാരം വേണം? ഞാൻ രാജാവിനോട് എന്തെങ്കിലും പറയണമോ എന്ന്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ്, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എലീശ പ്രവാചകൻ അന്വേഷിച്ചു ഈ സ്ത്രീക്ക് എന്ത് കൊടുക്കാം എന്ന് തൻ്റെ ബാല്യക്കാരനോട്. അപ്പോൾ ബാല്യക്കാരൻ പറഞ്ഞു, ആ സ്ത്രീക്ക് മക്കളില്ല എന്ന്. ആ സ്ത്രീയുടെ ഭർത്താവ് വൃദ്ധനുമായിരിക്കുന്നു എന്ന്. അപ്പോൾ എലീശ പ്രവാചകൻ ആ സ്ത്രീയെ വിളിച്ചിട്ട് പറഞ്ഞു, അടുത്ത ആണ്ട് ഈ നേരമാകുമ്പോൾ നിനക്കൊരു കുഞ്ഞുണ്ടാകും എന്ന് ആ സ്ത്രീയോട് എലീശ പ്രവാചകൻ പ്രവചിച്ച് പറഞ്ഞു. ഇതുപോലെ സംഭവിക്കുകയും ചെയ്തു. ഇതിനെ നമുക്ക് ആത്മീകമായിട്ട് ഇങ്ങനെ പറയാം, എലീശ പ്രവാചകൻ എന്നത് നമുക്ക് യേശുക്രിസ്തുവായിട്ട് എടുക്കാം. അപ്പോൾ ഈ സ്ത്രീ ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും യേശുക്രിസ്തു വരണം എന്ന് ഉണ്ടെങ്കിൽ നാമും ഇതുപോലെ യേശുക്രിസ്തുവിന് വേണ്ടി സ്ഥലം ഒരുക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ യേശുക്രിസ്തുവിന് വേണ്ടി സ്ഥലം ഒരുക്കേണ്ടത് ആവശ്യമാണ്. എങ്ങനെയാണ് യേശു കർത്താവിന് സ്ഥലം ഒരുക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ എത്ര തിരക്കാണെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം യേശുക്രിസ്തു ആയിരിക്കണം. ഈ സ്ത്രീ തൻ്റെ വീടിനോട് ചേർന്നാണ് എലീശ പ്രവാചകന് ഒരു മുറി കൊടുക്കുന്നത്. ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൽ യേശു കർത്താവിന് സ്ഥാനമുണ്ടായിരിക്കണം. നാം പ്രാർത്ഥിക്കണം, നാം ബൈബിൾ വായിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബ പ്രാർത്ഥന, അരമണിക്കൂർ കുടുംബ പ്രാർത്ഥനയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏതു നേരവും നാം കർത്താവിനെ സ്തുതിക്കുന്നവർ ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. വേദപുസ്തകം വായിക്കേണ്ടത് അത്യാവശ്യമാണ്. നാം അവസരം കിട്ടുമ്പോൾ നമ്മൾ പള്ളിയിൽ പോകേണ്ടതും എല്ലാം ആവശ്യമാണ്. എന്നാൽ നാം ഈ കർത്താവിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ തുറന്ന് നാം കർത്താവിന് സ്ഥലം ഒരുക്കിയാൽ മാത്രമേ ദൈവം നമ്മോട് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരികയുള്ളൂ. അതെ, ദൈവത്തിൻ്റെ വാഗ്ദാനം നമുക്കുള്ളത് പരിശുദ്ധാത്മാവാണ്. ആത്മീകമായിട്ട് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനം പരിശുദ്ധാത്മാവാണ്. ദൈവം ഈ കർത്താവ് പോകുന്നതിന് മുമ്പേ പറഞ്ഞു, ഞാൻ പോയാൽ കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കുമെന്ന്. ആ കാര്യസ്ഥൻ നമ്മളിലേക്ക് വരണമെങ്കിൽ നാം നമ്മെ തന്നെ കാര്യസ്ഥനെ സ്വീകരിക്കാൻ ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ യേശോപ്പ. ഇത് കേട്ട ഓരോരുത്തരിലും യേശോപ്പ അങ്ങയുടെ ദാനമായ പരിശുദ്ധാത്മാവിനെ അയക്കണമേ കർത്താവേ. യേശോപ്പ അങ്ങേക്ക് വേണ്ടി ഹൃദയം ഒരുക്കുവാനുള്ള കൃപ ഓരോരുത്തർക്കും കൊടുക്കണമേ കർത്താവേ. ആമേൻ.